പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം ഷെഫ് ലിഷൻ. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സിമ്പിൾ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. ഇത് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്ത കുരുമുളക് മാത്രം അരച്ച് ചേർത്ത് ചെയ്യുന്നൊരു ഫിഷ് കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഫിഷ് കറിയുടെ പ്രിപ്പറേഷനോട്ട് പോകാം. ഒരു ബൗളിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച ശേഷം ഈ കുരുമുളകിനെ ഏകദേശം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വാളംപുളിയാണ് എടുക്കുന്നത്. അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ആ വാളംപുളി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മൾ ഈ മീൻ കറിക്കായിട്ട് 3 പീസ് അയിലയാണ് എടുത്തേക്കുന്നത്. അയില നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. മൺചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടിക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയം അല്പം ഉലുവയും കൂടെ ചേർത്ത് ഉലുവയെ ഒരുമിച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നീട് ഇതിലേക്ക് ഒരു 4-5 പീസ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായി കട്ട് ചെയ്ത് ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 3-4 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് വാടുന്ന പോലെ ലൈറ്റായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് ഒരു ചെറിയൊരു സബോള ചെറുതായി സ്ലൈസ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുക. സബോള അല്ലെങ്കിൽ ചെറിയുള്ളി ചേർക്കാലും മതി. ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒനിയനൊക്കെ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കാരണം നമ്മുടെ മീൻകറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേജാണ്. ഇവിടെ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് കരിയാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. പിന്നീട് ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാല ഇടുന്നതിന് തൊട്ട് മുമ്പായി ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി സ്ലൈസ് ചെയ്ത് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ടൊമാറ്റോ നല്ലപോലെ സ്മാഷ് ആകുന്ന വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കേണ്ട ടൈമാണ്. ആദ്യം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ചേർക്കാമെന്ന് വെച്ചാൽ നമ്മളെ സോക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ കുരുമുളകില്ലേ, അത് മിക്സിയിൽ ജാറിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തത് അത് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടി ആവശ്യമുള്ളവർ ഈ ടൈമിൽ വേണമെങ്കിൽ അല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ടാമറിൻ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ വാളമ്പുളിയുടെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വാളമ്പുളിയുടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് മീൻ ഓരോന്നോരോന്നായി ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പതിയെ ഗ്രേവിയിലേക്ക് മീൻ ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ആ ഗ്രേവി മീനിൻ്റെ മേളിൽ വരുന്ന രീതി മീൻ ഉടയാതെ ഒന്ന് മുക്കി വെക്കുക. ഇതേ സമയം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു തിള വരുന്ന സമയം നമ്മുടെ മീൻ ഓൾമോസ്റ്റ് വെന്ത് കാണുമായിരിക്കും. ഏകദേശം 10 മിനിറ്റ് മതി. ഇനി നമുക്കിതിനൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. ചട്ടി ഇതുപോലെ കറക്കി ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മീൻ ഒരിക്കലും ഉടയത്തില്ല. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ലപോലെ കുക്കാറുണ്ട്. ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് മീനെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ടേസ്റ്റി ആയ ഒരു കുരുമുളക് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രം മതി നമ്മുടെ മീൻ കുക്കാകാൻ. 10 മിനിറ്റ് കൊണ്ട് ഉറപ്പായിട്ട് മീൻ കുക്കാകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി ഫിഷ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീണ്ടും കാണാം. ബൈ ഫ്രം ഷെഫ് ലിഷൻ.